എടാ ഫിക്സ് പ്ലസ് ടു ശേഷം സി എ. എന്റെ കരിയറിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ അത് തീരുമാനിച്ചതാ. ആടാ ഓക്കേടാ. ആദ്യത്തെ ബുക്കിനകത്ത് 1, 2, 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 7 ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സിയുടെ ക്ലാസ് അല്ലേ? അതെ, ഇത് സിയുടെ ക്ലാസ്സാ. പ്ലസ് വണ്ണിൽ എങ്ങനെ സിയുടെ ക്ലാസ്? പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ സിക്ക് പഠിച്ചു തുടങ്ങുക? പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല, പ്ലസ് 1 പ്ലസ് 2 ഒപ്പം തന്നെ നമുക്ക് സി എ പഠിച്ചു പോകാം. അതെങ്ങനെ? എടാ, ഈ പ്ലസ് 1 പ്ലസ് 2 ഒപ്പം തന്നെ സി എ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്ലസ് 1 പ്ലസ് 2 കൂടിയാണ് നമ്മൾ സി എ പഠിച്ചു തുടങ്ങിയെങ്കിൽ നമുക്ക് 2 വർഷം വരെയാണ് പ്രിപ്പറേഷൻ കിട്ടാൻ പോകുന്നത്. പക്ഷെ പ്ലസ് 2 ശേഷമാണെങ്കിലോ 6 മാസം മുതൽ 4 മാസം വരെ മാത്രമേ നമുക്ക് ടൈം കിട്ടുള്ളൂ. പക്ഷെ നമ്മളെ സ്റ്റഡീസിന് ഇത് എഫക്ട് ചെയ്യൂലേ? ഒരിക്കലും ഇല്ല. നീ ഇങ്ങോട്ട് നോക്കിയേ, ഇത് സി എ ഫൗണ്ടേഷന്റെ സിലബസ് ആണ്. നമ്മളെ പ്ലസ് 1 പ്ലസ് 2 കോമേഴ്സിലെ പല ടോപ്പിക്സും ഇതിൽ ഇൻക്ലൂഡഡാ. മാത്രമല്ല III സി എ ഫൗണ്ടേഷന്റെ കോഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അക്കൗണ്ടൻസി കുറച്ചുകൂടി സിമ്പിൾ ആയത്. പ്ലസ് 2 ശേഷം സി എ പഠിക്കുന്നതിന്റെ പകുതി ചെലവ് പോലും നമുക്ക് പ്ലസ് 1 പ്ലസ് 2 കൂടെ പഠിക്കുമ്പോൾ ഉണ്ടാവില്ല. എന്നാ പിന്നെ ഞാനും ലേറ്റ് ആവുന്നില്ല, ഇപ്പൊ തന്നെ തുടങ്ങും.